ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് പൊട്ടറ്റോ ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു പക്കവട ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 3 ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ പൊട്ടറ്റോ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സൈഡിലേക്ക് കട്ട് ചെയ്താൽ മതി. പിന്നെ ചെറിയ പീസായിട്ട് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. 3 മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതുപോലെ ചെറുത് പീസായി കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. നമ്മൾ പൊട്ടറ്റോ ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുക്കണം, അല്ലെങ്കിൽ ഇപ്പം ഇതിൻ്റെ കളറ് മാറും. അപ്പം ഇത് നന്നായി കഴുകിയെടുക്കുക. ഇനി ഇതിലെ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം. ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഇതിലെ വെള്ളം കളഞ്ഞാലും മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈസി ആയിരിക്കും. ഞാനിപ്പോൾ കൈ ഉപയോഗിച്ചാണ് ഇതിലെ വെള്ളം എല്ലാം കളഞ്ഞത്. അപ്പോൾ വെള്ളം എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെലയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് ഇതിലേക്ക് പൊടികളാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് സവാളയാണ്. ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 3 ടേബിൾ സ്പൂൺ മൈദയാണ്. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കടലമാവ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഓയിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വലിയ സ്പൂൺ കൊണ്ട് ഇത് കോരിയിട്ട് എണ്ണയിലേക്ക് ഇട്ടാൽ മതി. നല്ല ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നല്ല ഷേപ്പിലാക്കി എടുത്തിട്ട് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ എണ്ണ നല്ല തിളച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 വശവും ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ ഇത്. ഈ പൊട്ടറ്റോ പക്കവട ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നാളത്തെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയായ തരിക്കഞ്ഞി മലപ്പുറം സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പോൾ ആരും കാണാൻ മറക്കരുത് കേട്ടോ. താങ്ക്